നമസ്കാരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാവുകയാണ്. സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച ബില്ല് ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി ഫെബ്രുവരി 5 മുതൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഉത്തരാഖണ്ഡ് സർക്കാർ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നിയമനിർമ്മാണ അജണ്ടയുടെ വിശദാംശങ്ങൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് നടക്കുന്ന ബിസിനസ് ഉപദേശക സമിതി യോഗത്തിൽ ഇത് അന്തിമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച പൂർണ്ണ റിപ്പോർട്ട് ഫെബ്രുവരി 2-ന് പുഷ്കർ സിംഗ് ധാമി സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനുവരി 26-ന് കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ചുവെങ്കിലും സർക്കാർ കാലാവധി 2 ആഴ്ചത്തേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ജനുവരി 26-ന് റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ധാമി ബില്ലിനെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. കമ്മിറ്റി കരട് രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. താമസിയാതെ ഞങ്ങൾ അത് നടപ്പിലാക്കും എന്നാണ് തൻ്റെ പ്രസംഗത്തിൽ ധാമി വ്യക്തമാക്കിയത്. 2023 ഡിസംബർ 22-ന് ധാമിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ക്യാബിനറ്റ് സമിതിയുടെ ശുപാർശകൾ അംഗീകരിച്ചിരുന്നു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ നിയമങ്ങൾ നടപ്പാക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുക, ആർട്ടിക്കിൾ 370 റദ്ദാക്കുക എന്നിവയ്ക്കൊപ്പം വർഷങ്ങളായി BJPയുടെ പ്രകടന പത്രികയിൽ യൂണിഫോം സിവിൽ കോഡ് എന്നിങ്ങനെ സ്ഥിരമായി പാർട്ടിയുടെ ആരംഭം മുതൽ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങളുണ്ട്. അതിൽ രണ്ടും ഇപ്പോൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. 2023 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കാൻ സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ടെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് സർക്കാർ സ്വന്തം നിലയിൽ നിയമനിർമ്മാണത്തിന് തുനിഞ്ഞത്. ഒരു യൂണിഫോം സിവിൽ കോഡ് എന്നത് വിശ്വാസങ്ങളിലും ഗോത്രങ്ങളിലും ഉടനീളമുള്ള ആചാരങ്ങളും നിയമങ്ങളും ഉൾക്കൊള്ളുകയും വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, പരിപാലനം തുടങ്ങിയ വിഷയങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പൊതു നിയമമായി സംഗ്രഹിക്കുക എന്നത് അത്യന്തം ദുഷ്കരമായ ഒരു കാര്യമാണ്. അങ്ങനെയൊന്ന് തയ്യാറാക്കിയാലും അതിനെ എല്ലാ വിഭാഗങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വീകാര്യമായ ഏകീകൃത നിയമം നൽകാനും ദൈവത്തിൻ്റെ നാടായ ദേവഭൂമിയുടെ സംസ്കാരം സംരക്ഷിക്കാനും വാഗ്ദത്തം ചെയ്തതുപോലെ ഒരു ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരുന്നതിനുള്ള കാരണങ്ങൾ തൻ്റെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ ധാമി വിശദീകരിച്ചിരുന്നു. 2011 സെൻസസ് പ്രകാരം ഉത്തരാഖണ്ഡിൽ 13.9% മുസ്ലിം ജനസംഖ്യയുണ്ട്. കൂടുതലും തെരായ് പ്രദേശത്താണ്. ഏകീകൃത സിവിൽ നിയമത്തെ എതിർക്കുന്നവർ കൂടുതലും അത് മതപരമായ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് എതിരാവും എന്നാണ് കണക്കാക്കുന്നത്. മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെയും പ്രാചീന ആചാരങ്ങളാൽ കെട്ടുപണഞ്ഞു കിടക്കുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെയും അവകാശങ്ങളെ പുതിയ നിയമം എപ്രകാരം ഉൾക്കൊള്ളും എന്നതിനെ അനുസരിച്ചാവും നിയമത്തോടുള്ള മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികരണം എന്ന് ഉറപ്പാണ്. ഒരു വെളിപ്പാടകലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് സാമ്പിൾ പരീക്ഷിക്കാനൊരുങ്ങുന്ന ഉത്തരാഖണ്ഡ് സർക്കാരിന് അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണം വലിയ വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല.